കാഷ്ടമില്ല, മൂത്രമില്ല, കാർക്കിച്ചു തുപ്പലില്ല, പനിയില്ല, ജലദോഷമില്ല, ക്യാൻസർ ഇല്ല, ഒരു പുണ്ണാക്കുമില്ല. പിന്നെ അതോടുകൂടെ കിബറില്ല, ഹസദില്ല, അസൂയയില്ല, മലയാളമില്ല, തമിഴില്ല, കന്നഡയില്ല, ഒന്നുമില്ല. പിന്നെ അറബി മാത്രം. ഞാൻ സ്വർഗത്തിൽ നിന്ന് കുറച്ച് കുട്ടികൾ വരുന്നു. സ്വർഗത്തിൽ നിന്ന് കുറച്ച് കുട്ടികൾ വന്നിട്ട് യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, നല്ല ചൊറുചുറുക്കുള്ള കുട്ടികൾ വന്നു. ആ കുട്ടികൾ നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എങ്ങനെ കൊണ്ടുപോകുന്നത്? മർഹബാ യാ നൂറ ഐനി, മർഹബ പാടിക്കൊണ്ട് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. അതിനെ വയല് കേട്ട് പോയിട്ട് സുബൈക്ക് എഴുന്നേറ്റ് നിസ്കരിക്കണം, അപ്പോഴേ പറ്റുള്ളൂ. വെറുതെ ആമീൻ എന്നിട്ട് കാര്യമില്ല. പല നാടുകളിലും ചെന്ന് നോക്കിയാൽ മുസ്ലിം വീടുകളിൽ സുബൈ നിസ്കരിക്കുന്നവർ വളരെ കുറവ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മക്കളെ, ചെറുപ്പക്കാരെ, എന്റെ കരളിന്റെ കരളുകളായ മക്കളെ, എന്റെ യുവതികളെ, സഹോദരിമാരെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. പ്രായമുള്ളവർ, 70 80 ഒക്കെ വയസ്സായ ആളുകൾ, അവരെന്തായാലും നിസ്കാരവും കാര്യമൊക്കെ വളരെ ശ്രദ്ധിക്കും. കാരണം അവർ ഔലിയാക്കളൊക്കെ നേരിൽ കണ്ടുപോകുന്ന ആൾക്കാരാണ്. ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് ഖൈർ തരട്ടെ. അള്ളാഹുവെ അപകടങ്ങളെ കാക്കണേ അല്ലാഹ്. എന്താണ് നല്ല പോലെ ആമീൻ പറയണം. ഇൽമിന്റെ മജ്‌ലിസ് മലക്കുകൾ ചേർന്ന് ആമീൻ പറഞ്ഞതാ. സ്വലാത്ത്, ദിക്ർ, ദുആ എല്ലാം കൂടി ചേർന്ന ഒരു സഭയാണ് ഇൽമിന്റെ മജ്‌ലിസ്. അള്ളാഹുവെ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാഹ്. അപകടങ്ങളെ കാക്കണേ അല്ലാഹ്. സാഹിര്യങ്ങളെ സിഹർ തടുക്കണേ അല്ലാഹ്. മാലിന്യങ്ങളെ ദുൽമ തടുക്കണേ അല്ലാഹ്. എല്ലാ ഫിത്നകളിൽ നിന്നും കാവൽ നൽകണേ അല്ലാഹ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നമ്മളെ കൈപിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പാട്ടുപാടി കൊണ്ടുപോകുമ്പോൾ എന്തൊരു കൗതുകമാണ് സഹോദരങ്ങളെ. സ്വർഗത്തിന്റെ വാതിൽക്കൽ അങ്ങോട്ട് കടക്കുമ്പോൾ ഒരു അനൗൺസ്. എന്താ അനൗൺസ്? ഓദിക്കോ കേറിക്കോ, ഓദിക്കോ കേറിക്കോ. അപ്പൊ നമ്മൾ ഓതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരായത്ത് ഓതുമ്പോ നമ്മളെ ലിഫ്റ്റ് കയറിപ്പോകാണ്. ലിഫ്റ്റിൽ ഇങ്ങനെ 1 2 3 കയറിപ്പോണില്ലേ? അപ്പൊ നമുക്ക് ഖുർആൻ എത്രയാണ് മനപ്പാഠം? അത്ര നിലയില. ഫാത്തിഹ അറിയുന്ന ആൾ എത്ര നിലയുള്ള ബിൽഡിങ്ങിലാ? 7 നില. സുന്നികളൊക്കെ താമസിക്കുന്നത് 125 നിലയിലായി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതെന്താ നിങ്ങൾക്ക് ആമീൻ പറയാനൊരു മടി? അള്ളലോടോ സ്വർഗം തന്നെ നിങ്ങളാരോ പോക്കറ്റെന്ന് കൊടുക്കണം. നല്ല കോള്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്താ സുന്നികൾ താമസിക്കുന്നത് അങ്ങനെയാന്ന് പറഞ്ഞ്? യാ റബ്ബേ. വരാണ്. അത് ശരി, നമ്മളെ കളന്തോട് കരീം ഉസ്താദിന്റെ ഹാദിമായിട്ടുള്ള ബാവാജിയാണ്. അല്ലാഹു ആഫിയത്ത് തരട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി ശ്രദ്ധിക്ക. ഇതേ എന്റെയും നിങ്ങളുടെയും വിലപ്പെട്ട മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഇരിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ ഞാൻ ഈ പറയുന്നതും അതിന്റെ അപ്പുറത്തും അതിന്റെ 10 ഇരട്ടിയും മനപ്പാടമുള്ളവരാണ്. പിന്നെ അവരെന്തിനിരിക്കുന്നത്? സദസ്സിന്റെ ബർക്കത്താണ്. അപ്പൊ പിന്നെ സാധാരണക്കാരി ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഉമ്മമാരെല്ലാവരും, സ്ത്രീകളില്ലേ ഇന്നല്ലേ? സഹോദരിമാർ, അൽഹംദുലില്ലാഹ് ഈ സൂഫി സഹീദ് അവരുടെ ഈ ഇൽമിന്റെ മജ്‌ലിസിൽ എത്തിപ്പെട്ട എല്ലാ ഉമ്മമാർ സഹോദരിമാർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല മാർക്കോടുകൂടെ വിജയം നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വർഗത്തിന്റെ വാതിൽക്കലെത്തിയപ്പോൾ ഓദിക്കോ കേറിക്കോ ഒരായത്തോതി. അപ്പോ ഒരു നിലയിലെത്തി. 2 3 4 സുന്നികളൊക്കെ 125 നിലയിലാണ്, ഏറ്റവും ചുരുങ്ങിയത്. അതെന്താ? ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പയ്ക്ക് തങ്ങൾ, അവരെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കണം. ബഹുമാനപ്പെട്ട മർഹൂം പാണക്കാട് PMS പൂക്കോയ തങ്ങൾ, അവരെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കണം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അവരെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കണം. ശംസുൽ ഉലമ EK ഉസ്താദ്, അവരെ പദവി അല്ലാഹു ഏറ്റി കൊടുക്കണം. സദഖത്തുള്ള മുസ്ലിയാർ, അവരെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കണം.
പടച്ചവനെ പർവ്വത തുല്യരായ ആലിമീങ്ങൾ സാദാത്യങ്ങൾ നമുക്ക് മാതൃക കാണിച്ചു തന്ന ആൾക്കാരാണ്. ആ പാരമ്പര്യം അവരൊക്കെ കാണിച്ചു തന്ന ദീന് അക്ഷരത്തിന് വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ നിലനിർത്താൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് നേതൃത്വം നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉള്ളാളത്തെ തങ്ങൾ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, AP ഉസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അവരെ തണലാണ് നമുക്കുള്ളത്. അവരൊക്കെ പഠിപ്പിച്ചെന്നത് മുസ്ലിമീങ്ങളെ, നമ്മുടെ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനം തൗഹീദിലുള്ള വിശ്വാസമാണ്. അല്ലാഹ് എന്നതാണ് തൗഹീദ്. ആ തൗഹീദുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ സന്തോഷത്തിന്റെ സമയത്തും ദുഃഖത്തിന്റെ സമയത്തും പണമുണ്ടാകുന്ന സമയത്തും ഏത് സമയത്തും നമ്മുടെ തൗഹീദ് തെറ്റിപ്പോകാതിരിക്കാൻ നമ്മുടെ കയ്യിലുള്ള മരുന്ന് ഖുർആനാണ്, അല്ലേ? ഖുർആനാണ്. അപ്പൊ നോക്ക നിങ്ങള്, നമ്മുടെ ആലിമീങ്ങൾ ഇവിടെ എരുമാട് വലിയൊരു സൂപ്പർ മാർക്കറ്റ് കച്ചവടം തുടങ്ങാം, വലിയൊരു കച്ചവടം. ആ കച്ചവടത്തിന്റെ ഉദ്ഘാടനത്തിൽ നോക്കുമ്പോൾ ദുബായിലൊക്കെ പോയി പൈസ ഉണ്ടാക്കി വന്ന ചെറുപ്പക്കാരനെ 35 വയസ്സേ ആയിട്ടുള്ളൂ, നല്ല പൈസക്കാരനായിട്ട്. അയാള് വലിയൊരു കച്ചവടം തുടങ്ങാം, സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. പക്ഷേ അഹങ്കാരം വരാൻ പാടില്ല, അള്ളാനെ മറക്കാനും പാടില്ല. തൗഹീദിൽ നിന്ന് തെറ്റാതെ അവനെ ഉറപ്പിച്ചു നിർത്താൻ ആലിമീങ്ങളൊക്കെ വന്നു പീടിക തുറക്കാൻ വേണ്ടി പോക. അൽ ഫാത്തിഹ ഖുർആൻ കൊണ്ട് അവന്റെ തൗഹീദ് അവിടെ ഉറപ്പിച്ചിട്ട് പിന്നെ കച്ചവടം തുടങ്ങും, ഇല്ലേ? അതങ്ങോട്ട് മതി. അല്ല, നമ്മളൊരു ചെറുപ്പക്കാരൻ 22 വയസ്സായി, പുരാപ്പള വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എന്നാ അത് വേർന്നിട്ടല്ലേ ഇറങ്ങും. അൽ ഫാത്തിഹ. പുരാപ്പള അപ്പുറത്തെ വീട്ടിലേക്ക് പോയി കയറുക. അവിടെ കയറുമ്പോ എല്ലാവരും കൂടി അവിടെ ഒരുമിച്ച് കൂടെ അപ്പൊ ആലിമീങ്ങളുണ്ട്. അൽ ഫാത്തിഹ. പുരാപ്പള സ്വീകരിക്കാൻ നമ്മൾ ഈ വീട്ടിൽ നിന്ന് മയ്യത്തിറക്കാൻ, അവസാനം മരണപ്പെട്ടിട്ട് വീട്ടിൽ നിന്ന് ദുഃഖത്തളം കെട്ടി നിൽക്കുന്ന സമയം വീട്ടിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകുക. അൽ ഫാത്തിഹ. എന്താ ആ ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹ സൂറത്ത്, യാസീന്, ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇങ്ങനെയാ പതിവ്. ഇങ്ങനെയല്ലേ പതിവ്? അങ്ങനെയാകുമ്പോൾ മുസ്ലിമീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളൊക്കെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന കൊച്ചു നാളിൽ ചെറുപ്പത്തിലെ മദ്രസയിൽ നിന്ന് പഠിച്ചു, ഫാത്തിഹ കാണാതെ പഠിച്ചു, അല്ലേ? എത്ര അക്ഷരം? എത്ര ആയത്ത്? 7. യാസീൻ എത്ര ആയത്താ? ഈ വൈക്ക് കണക്ക് തീരെ കേട്ടോ, ഇവിടെ കുറച്ച് ഇത് നിൽക്കേണ്ട മട്ടാണല്ലോ. അപ്പൊ ഞാൻ യാസീൻ ഒരു സൂറത്താണ്. അതാ പണ്ട് സ്കൂളിൽ നിന്ന് കുട്ടികളോട് മാഷി ചോദിച്ചേ, രാമായണം ആരാ ഉണ്ടാക്കിയത്? ഞാനല്ല ചേർന്നാണ് ഒരു കുട്ടി എന്ന പോലെയാണ്. അപ്പോ യാസീൻ എത്ര ആയത്താ? യാസീൻ 83 ആയത്താണ്. എത്ര? 83ഉം 7ഉം എത്രയായി? 90. ഖുൽ ഹുവല്ലാഹു എത്ര? ഖുൽ ഹുവല്ലാഹു 5 ആയത്ത്, അല്ലേ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എത്ര? 6ഉം 5ഉം 11 ആയത്ത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തു നോക്കണം, നമ്മൾ സാധാരണ പതിവനുസരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾക്ക് പതിവനുസരിച്ച് ഒരു 24 മണിക്കൂർ കഴിയുന്നതിനിടക്ക് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊരു അൽ ഫാത്തിഹ ഓതാത്ത ദിവസമില്ല. അപ്പൊ നമ്മൾ ഒരു യാസീൻ ഓതി, ഫാത്തിഹ ഓതി, 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി ഓതി. നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ മനപ്പാടമുള്ള ആയത്തുകൾ ചുരുങ്ങിയത് 125. നാളെ മശ്ശറാമുറ്റത്തെത്തി, സ്വർഗത്തിന്റെ വാതിൽക്കലെത്തി അല്ലാഹു തആല പറഞ്ഞു ഓതിക്കോന്ന്. അതാണ് കേട്ടപ്പോ തന്നെ ഉള്ളാളത്തെ തങ്ങൾ പറഞ്ഞു അൽ ഫാത്തിഹ. അപ്പൊ നമ്മളെല്ലാവരും കൂടി തുടങ്ങി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതങ്ങ് കഴിഞ്ഞപ്പോ യാസീൻ വൽ ഖുർആനിൽ ഹകീം. അങ്ങനെ ഓതുമ്പോ സ്വർഗത്തിലുള്ള ഓരോരോ ലിഫ്റ്റ് ഇങ്ങനെ കേറി പോയി നമ്മൾ പോയി എത്തി നോക്കുമ്പോ നമുക്ക് കാണാതെ കിട്ടുന്നത് തീരുന്നതിന് 125 ആയത്. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ താമസിക്കുന്നത് 125 നിലകളുള്ള ഒരു ബിൽഡിങ്ങിലായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ മനഃപ്പാടമാക്കിയാൽ എത്രയാണോ മനഃപ്പാടമുള്ളത് അത്ര ആയത്തുകളുള്ള ദറജയുള്ള ബിൽഡിംഗാണ് അവർ താമസിക്കാൻ കൊടുക്കുന്നത്. 125 നിലകളുള്ള ഒരു കൊട്ടാരത്തിൽ സ്വർഗത്തിൽ താമസിക്കണോ? യാസീൻ കാണാതെ പഠിച്ചോ, ഫാത്തിഹ സൂറത്ത് പഠിച്ചോ, ആയത്തുൽ കുർസി പഠിച്ചോ, ഖുൽ ഹുവല്ലാഹു പഠിച്ചോ, അത് ഓതിക്കൊണ്ടിരുന്നോ. അപ്പൊ സ്വർഗത്തിന്റെ അടുത്തെത്തുമ്പോ ഓതാൻ വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഖുർആൻ മനഃപ്പാടമാക്കിയ കുട്ടിയോട് ഓതിക്കോന്ന് പറഞ്ഞു. ഓനങ്ങ് ഓതാൻ തുടങ്ങി. എത്ര ഓതി?
എത്ര ഓതി? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫാത്തിഹ തുടങ്ങി. ഹാഫിദുൽ ഖുർആനായ കുട്ടി നമ്മളെ പോലെ നിൽക്കണില്ല. അൽ ബഖറ ഓതി, അടുത്ത സൂറത്ത് ഓതി, അടുത്ത സൂറത്ത് ഓതി, അടുത്ത സൂറത്ത് ഓതി. യാ അല്ലാഹ്, 6666 ആയത്ത് ഓതി തീരുമ്പോൾ ഹാഫിദുൽ ഖുർആൻ നിങ്ങളായ കുട്ടികൾ സ്വർഗത്തിൽ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ എണ്ണം, അവർ താമസിക്കുന്ന കൊട്ടാരം, അതിങ്ങനെ നോക്കിയാൽ എത്രയാണ്? 6666 നിലകളുള്ള ബിൽഡിംഗ് ആണ് ഹാഫിദുൽ ഖുർആനായ കുട്ടിക്ക് അല്ലാഹു തആല കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. യഖറഉ വർഖി ഫഇന്ന മൻസിലതക ഫി ആഖിരി ആയത്തിൻ തഖറഉഹാ. ഓദിക്കോ കേറിക്കോ, ഓദിക്കോ കേറിക്കോ. നിന്റെ കേറ്റം അവസാനിക്കുന്നത് ഓത്ത് നിൽക്കുമ്പോഴാണ്, ഓത്ത് നിൽക്കുമ്പോഴാണ്. യാ റബ്ബ് യാ റബ്ബ്. അപ്പൊ 6666 നിലകളുള്ള ആ കെട്ടിടത്തിൽ ആരൊക്കെയാണ്? അങ്ങനത്തെ വലിയ നിലകളിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം തിബ്രി റളിയല്ലാഹു അൻഹു, ഇമാം മുല്ലാലി റളിയല്ലാഹു. എത്രയാണ് ഇമാമുകൾ. അവരെല്ലാവരും അവർക്ക് അത് ഓതാനോ ഓൽക്ക് ഓതാൻ ഒരു പ്രയാസമല്ല. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ആ 3 കാര്യങ്ങളിൽ ഒന്നേതാ? വസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം. എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിലായപ്പോ ഞാൻ മെല്ലെ എഴുന്നേറ്റുകൊണ്ട് അള്ളാഹ്ക്ക് നിസ്കരിക്കാൻ തുടങ്ങി. എങ്ങനെയാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നിസ്കരിച്ചത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാത്രി എഴുന്നേറ്റിട്ട് ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കാൻ വേണ്ടി വന്നു. നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കൈകെട്ടി. എന്നിട്ടോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ ഓതി. ഫാത്തിഹ ഓതി കഴിഞ്ഞപ്പോൾ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി അൽ ബഖറ ഓതി. അത് കഴിഞ്ഞപ്പോൾ അതിന്റെ അടുത്തത് സുബ്ഹാന ജല്ല ജലാലുഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ നിന്നിട്ട് ഒറ്റ റക്അത്തിൽ ഖുർആൻ അങ്ങോട്ട് ഓതാൻ തുടങ്ങിയിട്ട് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 30 ജുസും അങ്ങ് ഓതി തീർന്നപ്പോഴാണ് അല്ലാഹു അക്ബർ റുകൂഇലേക്ക് പോയത്. ഒരു റക്അത്തിൽ ഒരു ഖതം തീർത്ത സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സുബ്ഹാന ജല്ല ജലാലുഹു. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഇല്ലെങ്കിൽ നമ്മളെ മക്കൾക്കെങ്കിലും അല്ലാഹു കൊടുക്കട്ടെ, മക്കൾക്കെങ്കിലും കൊടുക്കട്ടെ. ഖുർആൻ മനഃപ്പാഠമാക്കുന്നത് ഇല്ലേ? മനഃപ്പാഠമാക്കുന്നവരെ പഠിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുമില്ല, അവരെ സഹായിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഫലം വാരിക്കൂട്ടണം. ഖുർആനുമായി ബന്ധപ്പെട്ട് പ്രതിഫലം വാരിക്കൂട്ടണം. അപ്പോ വിശുദ്ധ ഖുർആനെ അങ്ങനെ മനഃപ്പാഠമാക്കുന്ന ഒന്നും നമ്മുടെ ഹൃദയത്തിലില്ലേ? ഖറാബായ വീട് പോലെ എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഖുർആൻ ഒന്നും നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ ആൾ താമസമില്ലാത്ത വീട് പോലെയാണ് നമ്മുടെ കൽബ്. ആൾ താമസമില്ലെങ്കിലോ ഒരു വീട് നമ്മൾ ഉണ്ടാക്കി അതിൽ താമസിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിൽ ആര് വരും? പാമ്പ് വരും, തേള് വരും, പിന്നെ എന്തായാലും പറയാം, എലി വരും, പിന്നെ ആര് വരും? എല്ലാവരും വരും. വരാത്തോലൊന്നും അവിടെ ഉണ്ടാവില്ല. എന്ന പോലെ നമ്മളെ കൽബിൽ ഖുർആൻ തീരെ ഇല്ലേ? നമ്മുടെ സ്വഭാവം കുറുക്കന്റെ സ്വഭാവമാകും, നരിയുടെ സ്വഭാവമാകും, പൂച്ചയുടെ സ്വഭാവമാകും, പാമ്പിന്റെ സ്വഭാവമാകും, പട്ടിയുടെ സ്വഭാവമാകും. മനുഷ്യ കോലം മാത്രമേ നമുക്കുണ്ടാകൂ. നമ്മുടെ സ്വഭാവത്തിൽ ഒന്നും അള്ളാഹ് പൊരുത്തപ്പെടുന്നത് ഉണ്ടാവുകയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഖുർആൻ കുറച്ച് ഭാഗം, സബ്ബിഹിസ്മിന്റെ താഴോട്ടുള്ള സൂറത്തുകൾ, യാസീൻ സൂറത്ത്, ഇതൊക്കെ പണ്ടേ മനഃപ്പാഠമാക്കിച്ചത് എന്താ? അതുകൊണ്ടാണ്. ഇന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ കുട്ടികളെ ചേർക്കുന്ന വലിയ താല്പര്യമാണ്, നല്ലതും ആണ് കാലഘട്ടത്തിനനുസരിച്ച്. പക്ഷേ അത് ഖുർആൻ വിട്ടുകൊണ്ടാകാൻ പാടില്ല. ഖുർആൻ പഠിക്കണം നമ്മുടെ കുട്ടികൾ. ഖുർആൻ വലിയവർക്ക് ഖുർആൻ അറിയില്ലേ? ഓതി പഠിക്കണം. എന്താണ് ഈ പ്രായമുള്ള ആളുകളൊക്കെ വെറുതെ ഇങ്ങനെ ഈബത്തും മീമത്തും പറഞ്ഞിരുന്നത് കൊണ്ടെന്താ? അല്ലെങ്കിൽ വെറുതെ ചുമ്മാ സമയം കളഞ്ഞത് കൊണ്ടെന്താ? വയസ്സായ ആൾക്കാർ സംഘടിക്കാൻ. നമ്മുടെ എരുമാട് മഹല്ലത്തിലുള്ള വയസ്സായ 30 ആൾക്കാർ സംഘടിച്ചു, 10 ആൾ സംഘടിച്ചു. ഉസ്താദിന്റെ അടുക്കൽ വരാം, ഉസ്താദെ ഞങ്ങൾ എല്ലാ ദിവസവും മഗ്‌രിബ് നിസ്കരിക്കാൻ വരാം, ഇശാ വരെ ഞങ്ങൾക്കൊന്ന് ഖുർആൻ ഓതി തരണം. ഓ, എന്താ അതിന്റെ ഒരു പ്രതിഫലം!
വലിയ ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാലോ, സുഖമായിട്ട് എടുത്തു കൊടുക്കാം. ഖുർആൻ ഓതാൻ അറിയുന്നുണ്ടോ ഇല്ലേ? നമ്മൾ ശ്രദ്ധിക്കണം. ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹുവെങ്കിലും നമുക്ക് അറിയില്ലെങ്കിൽ കാര്യം വളരെ കഷ്ടമാണ് കേട്ടോ. ഏറ്റവും ചുരുങ്ങിയത് ഫാത്തിഹ സൂറത്തും ഖുൽ ഹുവല്ലാഹുവും. എന്നാ എന്താണ്? അപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഒരാൾ ഖുർആൻ എങ്ങനെ ഖത്തം തീർക്കുന്നു? നമുക്കാണെങ്കിൽ ഖത്തം തീർക്കാൻ അറിയില്ല. എപ്പോഴും സുബ്ഹാന ജല്ല ജലാലു വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുക എന്ന പാരായണം അത് മുസ്ലിം ലോകത്തെ പണ്ടേ നിലനിൽക്കുന്നതും നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഖത്തം തീർക്കണം. ഖത്തം തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹർഫ് പോലും ഒഴിവാകാതെ ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ ഓതി തീർക്കുക. ഖത്മുൽ ഖുർആൻ. ഖുർആൻ ഖത്തം തീർക്കുന്നതിന്റെ ശ്രേഷ്ഠത നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, എപ്പോഴാണ് ഖുർആൻ ഖത്തം തീർക്കേണ്ടത്? അതിന് സമയം എത്രയുണ്ട്? എല്ലാ ദിവസവും ഒരു ഖത്തം തീർക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ്, ദിവസം ഒരു ഖത്തം തീർക്കാൻ നമുക്ക് പറ്റുമോ? പറ്റൂല. എത്രയോ മഹാന്മാര് ദിവസം ഖത്തം തീർത്തവരാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മഹാന്മാര് ചരിത്രം. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു അജ്മീർ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാജ തങ്ങളില്ലേ, ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ, യാ ശൈഖനാ യാ ഖുത്ബ ദായിറത്തുൽ വിലായത്തി ഗൗസനാ കൽ മദദ് യാ ശൈഖ അജ്മീർ മുഈനുദ്ദീൻ. അജ്മീർ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാജ തങ്ങൾ, അവിടെ പോയി കാണാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഖാജ തങ്ങൾ അവർകളെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, യാ മുഈനുദ്ദീൻ, മുഈനുദ്ദീനെ എന്ന് റസൂലുള്ള വിളിച്ചു. റസൂലുള്ള വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഇന്ത്യ രാജ്യത്തേക്ക് അമീറാക്കി നിശ്ചയിച്ചിരിക്കുന്നു. അന്ത സുൽത്താനുൽ ഹിന്ദി വലിയുഹ, ഇന്ത്യന്റെ ഭരണാധികാരിയും അവിടുത്തെ രക്ഷാകർത്താവുമായി നിന്നെ ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയുടെ മുകൾ ഭാഗത്തും ഭൂമിയുടെ അടിഭാഗത്തും നിനക്ക് താമസിക്കാനുള്ളത് ഇനി ഇന്ത്യയിലാണ്. അല്ലാഹുവിന്റെ റസൂല് ഖാജ തങ്ങൾക്ക് മദീനത്ത് നിന്ന് പോകാനുള്ള വഴി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ബഗ്ദാദിൽ വന്നു, അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ വന്നു, അഫ്ഗാന്റെ ഇന്നത്തെ തലസ്ഥാനമായ കാണ്ഡഹാറിൽ വന്നു, കാണ്ഡഹാറിൽ ഡൽഹിയിൽ വന്നു, ഡൽഹിയിൽ അജ്മീർ ഷരീഫിലെത്തി. എന്നിട്ടോ അജ്മീർ ഷരീഫിൽ വന്ന് ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഒരു മരത്തിന്റെ തണലിൽ അവിടെ ഇരുന്നു. ഡൽഹി അടക്കമുള്ള പ്രദേശം ഭരിക്കുന്ന പൃഥ്വിരാജൻ, അദ്ദേഹത്തിന്റെ കീഴിലുള്ള പട്ടാളക്കാർ, അദ്ദേഹത്തിന്റെ കീഴിലുള്ള മെസ്മരിസത്തിന്റെ ആളുകൾ, അവരെല്ലാവരും കൂടി ഖാജ തങ്ങളെ എതിർത്തു. ഖാജ തങ്ങൾ എന്താണ് വന്ന് ചെയ്തത്? ഇന്ത്യയുടെ മരത്തണലിൽ വന്നിട്ട് അജ്മീർ ഷരീഫിൽ വന്നിട്ട് ഖാജ തങ്ങൾ ഖുർആൻ ഓതി. സുബഹി നിസ്കരിച്ചു മുതൽ മഗ്രിബിയാകുമ്പോഴേക്ക് ഖാജ തങ്ങൾ ഖുർആൻ ഒരു ഖത്തം തീർത്തു. മഗ്രിബ് നിസ്കരിച്ച് സുബഹിയായപ്പോഴേക്ക് ഖുർആൻ ഒരു ഖത്തം തീർത്തു. പകൽ ഒരു ഖത്തം, രാത്രി ഒരു ഖത്തം. ഖുർആൻ ഇങ്ങനെ ഓതാൻ തുടങ്ങിയപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇബ്ലീസ് മാറി നിന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മലക്കുകൾ വന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വേറെ മലക്കുകൾ വന്നു. ഖുർആൻ ഓതുന്തോറും മലായികത്തിന്റെ എണ്ണം കൂടും, ശൈത്താൻ അവിടുന്ന് പോകും. ഖുർആൻ ഓതുമ്പോ ശൈത്താൻ പോകും, മലക്കുകൾ വരും. നിങ്ങൾ കണ്ടിട്ടില്ല ശൈത്താൻ പോണത്? ഞാൻ കണ്ടു എന്നാണ് ശൈത്താൻ പോണത്. ഞാനൊരു മരണ വീട്ടിൽ കൂടി ശൈത്താൻ. അപ്പൊ നോക്കുമ്പോ അവിടെ ഒരു 10,000-2000 ആളുകൾ കൂടിയിട്ടുണ്ട്. മയ്യത്ത് എടുക്കാൻ സമയത്ത് ഒരു പ്രായമുള്ള ആള് അദ്ദേഹം മയ്യത്ത് കുളിപ്പിക്കാം. അയാൾ ഇങ്ങനെ പുറത്തേക്ക് തല വന്നു, കുളിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു പ്രായമുള്ള ആള് സദസ്സിന് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞു. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞപ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അതങ്ങ് ഓതുന്നതോടുകൂടെ ഒരു 2-3 കസേരയിൽ നിന്ന് ശൈത്താന്മാർ ഇങ്ങനെ എണീച്ച് പോകുന്നത് ഞാൻ കണ്ടതാണ്. ഈ നാട്ടിലൊന്നും അങ്ങനെ ശൈത്താൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ഉണ്ടാകുന്നതിന് തൊട്ട് അല്ലാഹു കാക്കട്ടെ. ബഹുമാനപ്പെട്ട ഖാജ തങ്ങള് മരത്തിന്റെ തണലിൽ നിന്ന് ഖുർആൻ ഓതാൻ തുടങ്ങി. മലായികത്ത് നിറഞ്ഞു വന്നു. ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതുന്നു, മലക്കുകൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരാൾ ഓതുക, മറ്റേയാൾ കേൾക്കുക. രണ്ടും ഇബാദത്താണ്.
നമുക്ക് ഖുർആൻ ഓതാൻ അറിയില്ലേ? ഓതുന്നത് കേട്ടിരിക്കുക, അത് ഇബാദത്താണ്. മാത്രമല്ല സഹോദരന്മാരെ, നമ്മളിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ മലായിക്കത്ത് ഇങ്ങനെ വന്ന് കേട്ടിരിക്കും. എന്നിട്ട് അവരെന്താ പറയുന്നത്? യസ്തമിഊന ദിക്റ, അവർ ഖുർആൻ കേൾക്കും. വയസ്തഗ്ഫിറൂന ലിസാഹിബിഹി, ഖുർആൻ ഓതുന്ന ആൾക്ക് വേണ്ടി അവർ ദുആ ചെയ്യും. മാത്രമല്ല ഖുർആൻ ഓതുന്നതിനിടയ്ക്ക് 14 സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യേണ്ട സ്ഥലമുണ്ട്. അഖറബുമായ ഖൂലുൽ അബ്ദു ഇലാ റബ്ബിഹി, അടിമ ഉടമയിലേക്ക് അടുക്കുന്നതിൽ വെച്ച്, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ വെച്ച് ഏറ്റവും അടുക്കുന്ന സമയം ഖുർആൻ ഓതുന്ന സമയമാണ്, അല്ല സുജൂദ് ചെയ്യുന്ന സമയമാണ്. ഖുർആൻ ഇങ്ങനെ ഓതുക, മലക്കുകൾ നിറഞ്ഞു നിൽക്കുക. അപ്പൊ സുജൂദിന്റെ ആയത്ത് വന്നു, അപ്പൊ നമ്മൾ സുജൂദിലേക്ക് വീണു. നമ്മൾ സുജൂദിൽ കിടക്കുമ്പോൾ ഖുർആൻ ഓതിക്കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സയ്യാഹിങ്ങളായ മലക്കുകൾ, ഹഫളത്തിന്റെ മലക്കുകൾ, കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ, പിന്നെ മുഅക്കിലീങ്ങളായ മലക്കുകൾ, 5-8 വിധം മലായിക്കത്തുണ്ട്. ആ മലായിക്കത്തുകളൊക്കെ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ മലക്കുകളും സുജൂദിൽ വീണു. നമ്മൾ സുജൂദ് ചെയ്തിട്ട് അള്ളാഹ്ക്ക് നന്ദി പറയുമ്പോൾ മലക്കുകളൊക്കെ സുജൂദിൽ കിടന്നിട്ട് പറയുന്നു, റബ്ബേ ഇയാൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ, ഇയാൾക്ക് മാപ്പ് നൽകണേ അല്ലാ. എന്റെ ഉമ്മമാർ, സഹോദരിമാരെ, വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ ഖുർആൻ ഓദിക്കോ. ഞാൻ എന്റെ പെണ്ണുങ്ങമാരോട്, സഹോദരിമാരോട്, എന്റെ പെങ്ങന്മാരോട് ഓർമ്മപ്പെടുന്നത്, മക്കളെ നിങ്ങൾ ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കണം. വീട്ടിൽ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയമില്ലെങ്കിൽ ഉണ്ടാക്കണം. ഖുർആൻ ഓതണം വീട്ടുകളിൽ. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ മലായിക്കത്ത് നിറഞ്ഞു നിൽക്കും. നിങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ അവരും സുജൂദിൽ വീഴും. അതുകൊണ്ടാണ് സുജൂദ് ചെയ്യാൻ സൗകര്യത്തിൽ എന്ത് വേണം? ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ബ്രഷ് ചെയ്തുകൊണ്ട് മുസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കണം. അള്ളാഹിനോട് സംസാരിക്കാനാണ്. 2, ഖുർആൻ ഓതുന്നവർക്ക് ഒളു ഉണ്ടായിരിക്കണം. 3, ഖുർആൻ ഓതുന്നവന്റെ തടിയും വസ്ത്രവും ശുദ്ധിയായിരിക്കണം. 4, ഖുർആൻ ഓതുന്ന ആൾ ഇരിക്കുന്ന സ്ഥലം നന്നാവണം, വൃത്തിയാവണം. കുട്ടി അവിടെ മൂത്രമൊഴിച്ച്, മറ്റത് ഇവിടെ ഛർദ്ദിച്ച്, അവിടെ വീടിക്കുറ്റി വലിച്ച്, മറ്റേ മാലിന്യമാക്കി അവിടെ ഖുർആൻ ഓതാൻ പറ്റൂല. മറ്റൊരു കാര്യം, ഖുർആൻ ഓതുന്ന ആൾ ഖിബലക്ക് മുന്നിട്ടിരിക്കണം. മുസാഫ് അല്പം ഉയരത്തിൽ ബഹുമാനത്തിൽ പിടിക്കണം. അങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതാൻ തുടങ്ങുമ്പോൾ നല്ല സൗണ്ടിൽ ഓതണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആനിൽ സുജൂദ് ചെയ്യേണ്ട ആയത്ത് ഓതുമ്പോൾ സുജൂദിൽ അങ്ങ് കിടക്കുമ്പോ മലായിക്കത്ത് ഒന്നായിട്ട് സുജൂദിൽ കിടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് മറ്റുള്ള മലക്കളെ വിളിച്ചുകൊണ്ട് പറയുന്ന, മലക്കുകളെ എന്റെ അടിമ സുജൂദ് ചെയ്യുന്നത് കണ്ടോ? അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമന്തു വലക അസ്ലംതു സജദ വജിയ ലില്ലദീ ഖലഖഹു വശക്ക സമഉ വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുക്ക് ശുക്ർ ചെയ്യുമ്പോൾ അല്ലാഹു തആല മലക്കളെ വിളിച്ചിട്ട് പറയുന്നു, മലക്കുകളെ എന്റെ അടിമ സുജൂദ് ചെയ്യുന്നത് കണ്ടോ? ഞാൻ അവനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളും അവനെ ഇഷ്ടപ്പെടുക. ഞാൻ അവനെ പ്രിയം വെച്ചിരിക്കുന്നു, നിങ്ങളും അവനെ പ്രിയം വെക്കുക. അജ്മീർ ഷരീഫിലെ ഖാജ തങ്ങൾ പകൽ സമയത്ത് ഒരു ഖത്തം തീർത്തു, രാത്രി ഒരു ഖത്തം തീർത്തു. ഖുർആൻ ഖത്തം തീരുമ്പോൾ അതാ ചുറ്റുഭാഗത്ത് നിന്ന് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. എന്താ കേൾക്കുന്നത്? ഖബിൽനാ ഖത്മക യാ മുഈനുദ്ദീൻ, മുഈനുദ്ദീനെ നീ ഓതിയ ഖുർആൻ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ഖുർആൻ ഓതി കഴിയുമ്പോ അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് ഒരു അശരീരി ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു, മുഴങ്ങുന്നു. അവിടെ എന്താണ്? ഖബിൽനാ ഖത്മക യാ മുഈനുദ്ദീൻ. അതല്ലേ ഖാജ തങ്ങൾ ഖുർആൻ ഓതി. ആളുകൾ വർദ്ധിച്ചു വന്നു, ബഹുമാനപ്പെട്ടവർ മന്ത്രിച്ചു കൊടുത്തു, രോഗത്തിന് ശിഫ കിട്ടി, ആ കുടുംബം ഇസ്ലാമായി. ഇസ്ലാം വർദ്ധിച്ചു വന്നപ്പോൾ അന്നത്തെ പൃഥ്വിരാജാനാകുന്ന ഭരണാധികാരി ഷാദി ദേവ് എന്ന സാഹിര്യങ്ങളെ നേതാവിനെ ഖാജ തങ്ങളോട് മത്സരത്തിന് വേണ്ടി തയ്യാറാക്കി. ഖാജ തങ്ങളോട് മത്സരിക്കാൻ ഷാദി ദേവ് അവനെ തയ്യാറാക്കി. ആ ഷാദി ദേവ് അവൻ അറിയുന്ന എല്ലാ മെസ്മരീസത്തിന്റെയും സിഹറിന്റെയും കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്നിട്ടോ അവൻ സിഹറുകളൊക്കെ പഠിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് സാഹിര്യങ്ങൾ ചെയ്തതുപോലെ ചെറിയ ചെറിയ കയറും കഷ്ണങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കി ഖാജ തങ്ങൾ താമസിക്കുന്ന മരച്ചുവട്ടിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു.
സുബ്ഹാനല്ലാഹ്. പല സൈസ് ജീവജാലങ്ങൾ വന്നിട്ട് ഇങ്ങനെ വീഴാം. അപ്പോഴോ ബഹുമാനപ്പെട്ട ഖാജാത്തങ്ങൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഖാജാത്തങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് ഇങ്ങോട്ട് ഊരി, ആ ചെരുപ്പ് ഊരിയിട്ട് ഒരൊറ്റ ഏറാണ്. ഖാജാത്തങ്ങളെ ചെരുപ്പ് കൊണ്ട് ഏറ് കിട്ടിയിരിക്കുന്ന സാഹിത്യങ്ങളുടെ നേതാവ് ഷാദി ദേവ്, ശൈത്താന്മാര് മുഴുവനും ഓടി രക്ഷപ്പെട്ടു. ഷാദി ദേവിന്റെ ശരീരത്തിൽ ശൈത്താന്മാര് പോയി, എല്ലാ കഴിവുകളും നശിച്ചുകൊണ്ട് വിറവറച്ചുകൊണ്ട് നിന്നു. ഖാജാത്തങ്ങൾ എഴുന്നേറ്റുകൊണ്ട് ഒരൊറ്റ നോട്ടമാണ്. ആ നോട്ടം അങ്ങ് കണ്ടപ്പോൾ ശൈത്താന്മാര് ഓടി രക്ഷപ്പെട്ട ഷാദി ദേവ് കീഴ്പ്പെട്ടു. അദ്ദേഹം നേരെ ഖാജാത്തങ്ങളെ കാൽക്കൽ വന്നു. സ്വാറ ഷാദി ദേവുഹും സഅദി ബിനദിരിൻ മിൻകും അൽമദദ് യാ ശൈഖ അജ്മീർ മുഈനദ്ദീൻ. ഷാദി ദേവ് എന്ന സാഹിര്യങ്ങളുടെ നേതാവ്, അദ്ദേഹം പേര് മാറ്റി ഇസ്ലാം മതം സ്വീകരിച്ച് സഅദുദ്ദീൻ എന്ന് പേര് സ്വീകരിച്ചു. സ്വാറ ഷാദി ദേവുഹും സഅദി ബിനദിരിൻ മിൻകും. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ, നിങ്ങളെ നോട്ടത്തിന്റെ ശക്തി കൊണ്ട് ഷാദി ദേവി എന്ന പിശാച്ച് അവൻ സഅദുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നില്ലേ? അങ്ങനത്തെ കറാമത്ത് കാണിച്ച ഖാജാ തങ്ങളെ, അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈനദ്ദീൻ യാ ശൈഖനാ യാ ഖുത്ബ ദായിറത്തുൽ വിലായത്തി ഗൗസനാ അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈനദ്ദീൻ. മഹാന്മാരായ ആളുകൾ, അവർക്ക് അത്ഭുതങ്ങളുണ്ട്. ഇവിടെ ഇതാ ഷൂഫി ശഹീദ് അവരുടെ അത്ഭുതങ്ങളിൽ ഇവിടത്തേക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആ പരിസരത്ത് നടന്നാൽ അവിടെ ഒരു പ്രത്യേകം ജീവികൾ ഇതിന്റെ ചുറ്റുഭാഗത്ത് കാവലുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ജുനൂദല്ലം തറവ, നിങ്ങൾ കാണാത്ത പട്ടാളക്കാരി എനിക്കുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാന്റെ ആൾക്കാരെ സഹായിക്കാൻ അല്ലാഹു വെച്ചതാ. സൂഫി ശഹീദങ്ങളെ ചുറ്റുഭാഗത്തുള്ള പട്ടാളക്കാർ കാവൽ നിൽക്കുന്നുണ്ട്. അവർക്ക് എന്താ പറയുന്നത്? കടന്നരുന്ന എന്താണ് ഇവിടെ എന്താ പറയാ? കടന്നരല്ലേ? അത് ഈച്ച. തേനുള്ള ഈച്ചയും തേനില്ലാത്ത ഈച്ചയും ഒക്കെ ഉണ്ടായി. വേണ്ടാത്തത് കളിച്ചാൽ അപ്പൊ കാണും. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. ഇവിടുത്തെ പൊരുത്തമുള്ള കാര്യം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ പരീക്ഷണത്തിന് നിൽക്കണ്ട. അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നൊന്ന് കാണട്ടെ എന്ന് വിചാരിക്കാൻ ആരും നിൽക്കണ്ട. മത്സരം തോന്നണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ, വിഷം കഴിച്ചാൽ അപകടം ഉണ്ടാവുമോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് കഴിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടാവും? അല്ലാഹു നമ്മളെ കാക്കാം. ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതി. സുബ്ഹാന ജല്ല ജലാലു മലായികത്തുകളെ കൊണ്ട് അല്ലാഹു തആല സഹായിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആൻ പകൽ ഒരു ഖത്തം, രാത്രി ഒരു ഖത്തം, അങ്ങനെ തീർത്തു മഹാന്മാർ. ഒരുപാട് ആളുകളെ ചരിത്രത്തിൽ അങ്ങനെ കാണാം. വേറെ ചില ആളുകളെ കാണാം. അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു താബീങ്ങളിൽപ്പെട്ട മഹാന. ബഹുമാനപ്പെട്ടവർ ഖുർആൻ ഓതൽ എങ്ങനെ? അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഖുർആൻ നോക്കിയിട്ട് 15 ജുസ് ഖുർആൻ നോക്കി ഓതും പകൽ സമയത്ത്. രാത്രി സമയത്ത് 15 ജുസ് ഖുർആൻ നോക്കാതെ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഓതും. അങ്ങനെ ഒരു ദിവസം ഒരു ഖത്തം തീർക്കും. അത് എങ്ങനെ? ഇന്ന് ഖുർആൻ നോക്കി ഓതിയത് അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഖുർആൻ കാണാതെ ഓതുന്നത് താഴെ 15, പിറ്റേ ദിവസം ഖുർആൻ നോക്കി ഓതുന്നത് താഴെ 15, കാണാതെ ഓതുന്നത് മേലെ 15. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമ്മക്ക് ഭാഗ്യമില്ലല്ലോ എന്ന് മാത്രം ആലോചിച്ചാൽ പോരാ. പിന്നെ എന്ത് വേണം? പ്രായമുള്ളവരോട്, ഒഴിവുള്ളവരോട്, ആരോഗ്യമുള്ളവരോട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മക്ക് അറിയുന്ന സൂറത്തിന് ഏറ്റവും വലിയ സൂറത്ത് ഏതാ? അത് നോക്കാം. രാത്രി ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ നിൽക്കാം. അല്ലാഹു അക്ബർ, ഫാത്തിഹ സൂറത്ത് ഓതി. ഫാത്തിഹ സൂറത്ത് ഓതിട്ടോ രണ്ടാമത്തെ റക്അത്തിൽ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ, ഒന്നാമത്തെ റക്അത്തിൽ യാസീൻ ഓതി. രണ്ടാമത്തെ റക്അത്തിൽ നമുക്ക് കാണാതെ കിട്ടുന്ന വലിയ സൂറത്ത് ഏതാ? തബാറക കിട്ടോ? തബാറക ഓതി. ഇദാ വഖഅത്ത് കിട്ടോ? അത് ഓതി. ഇല്ല, ഖുൽ ഹുവല്ലാഹു കിട്ടോ? അത് ഓതി. അപ്പൊ പടച്ചവനെ, പഴമക്കാരായ ആൾക്കാർ ഖത്തം തീർത്തപ്പോ എനിക്കതിനൊന്നും കഴിയൂല, എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാനും ചെയ്തിട്ടുണ്ട്. റബ്ബിനോട് പറയണ്ടേ?
സുബ്ഹാന ജല്ല ജലാലു ഖുർആൻ ഖത്തം തീർക്കുന്ന മഹാന്മാര് 3 ദിവസം കൂടുമ്പോൾ ഖുർആൻ ഖത്തം തീർക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 8 ദിവസം കൂടുമ്പോൾ ഖുർആൻ ഖത്തം തീർക്കുക. ഇങ്ങനെ പറഞ്ഞു വന്ന ഹദീസുകളെ എല്ലാം ഇമാം നവവി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചിട്ട് പറഞ്ഞു, ഒരു സാധാരണ സത്യവിശ്വാസി 40 ദിവസം കൂടുമ്പോഴെങ്കിലും ഖുർആൻ ഒരു ഖത്തം തീർക്കണം. എത്ര? 40 ദിവസം കൂടുമ്പോഴെങ്കിലും. അപ്പൊ ഉമ്മമാരെ ദിവസവും ഒരു ജുസ് കണ്ട് പെണ്ണ് ഓതുകയാണ്.